നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പുകളുടെ ബാക്കി പത്രം. ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. പാലക്കാടിനെ കുറിച്ചും ചേലക്കരയെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് വയനാടിനെ വിട്ടുകളയാം. പാലക്കാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ പിണറായിസം തോറ്റു എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ അവിടെ സതീശന്റെ ഇസം അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അത് വിജയിച്ചു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചേലക്കരയിൽ സംഭവിച്ചിരിക്കുന്നത്. ചേലക്കരയിൽ കമ്മ്യൂണിസം വിജയിച്ചു. കമ്മ്യൂണിസം വിജയിച്ചപ്പോൾ തൃശ്ശൂർ വീണ്ടും തോൽപ്പിച്ചു എന്ന് പറയേണ്ടി വരും. തൃശ്ശൂർ വീണ്ടും തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന്റെ അവസാന കണ്ണികൾ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മുതൽ സ്ഥാനാർത്ഥി മുകളിൽ നിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് തന്നെ വിശ്വസിക്കാം. കാരണം അവിടെയുള്ള പ്രാദേശിക ഗ്രൂപ്പുകളിൽ, സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളിൽ എല്ലാവരും തന്നെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം അവരുടെ അനുഭവം ആയിരുന്നില്ല. നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും കൂടെ നിന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ പരസ്യമായിട്ട് ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 മാസം മുമ്പ് നടന്നൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടൊരു സ്ഥാനാർത്ഥി, അതും വൻ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചൊരു സ്ഥാനാർത്ഥി വീണ്ടും പരാജയപ്പെട്ടപ്പോൾ ആ പരാജയ കാരണങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ, എന്തുകൊണ്ട് അവർ പരാജയപ്പെട്ടു, എന്തുകൊണ്ട് അവർക്ക് വോട്ട് ലഭിച്ചില്ല എന്ന് ചിന്തിക്കാതെ 19 മണ്ഡലങ്ങളിലെങ്കിലും 19 മണ്ഡലത്തിൽ തൃശ്ശൂർ മാത്രം ഒഴിച്ചതിൽ ബാക്കി 18 മണ്ഡലങ്ങളിലും UDF സമ്പൂർണ്ണ വിജയമുണ്ടായപ്പോൾ ഇവിടെ മാത്രം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കാതെ വീണ്ടും ഒരു സ്ഥാനാർത്ഥി അടിച്ചേൽപ്പിച്ചു എന്നാണ് അവിടുത്തെ പ്രാദേശിക പ്രവർത്തകരുടെ അഭിപ്രായം. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തെ അവിടെ ഭംഗിയായിട്ട് അതിന്റെ സംഘടനാ ചുമതലകൾ നിറവേറ്റിയ ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ആ പ്രദേശത്തേക്ക് നിരീക്ഷകരെ പറഞ്ഞയച്ച് ഓരോരുത്തർക്കും പഞ്ചായത്തുകളുടെ ചുമതല കൊടുത്തപ്പോൾ ആ ചുമതല കൊടുത്ത ആളുകൾ അവിടെ സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കേണ്ട സാഹചര്യം ഉണ്ടായെന്നാണ്. പാലക്കാടൊക്കെ നേരെ വ്യത്യസ്തമായിരുന്നു. ഇവിടെ സംഘടനാ സംവിധാനമില്ല, മണ്ഡലം കമ്മിറ്റികളിൽ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിരുന്നില്ല. ബൂത്ത് കമ്മിറ്റികളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ പല ജില്ലകളിൽ നിന്ന് വന്ന നേതാക്കന്മാർ അവര് തന്നെ അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എത്ര ദിവസം ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർക്ക് ലഭിച്ചു. സ്വാഭാവികമായിട്ടും അത് സംഘടനയുടെ ഒരു വീഴ്ച തന്നെയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ വീഴ്ച തന്നെയാണ്. ഈ വീഴ്ച തുടങ്ങിയിട്ട് 10-20 വർഷമായി. കാരണം കെ കരുണാകരൻ എന്ന് പറയുന്ന അധികായൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് 14 മണ്ഡലങ്ങൾ തൃശ്ശൂർ ജില്ലയിലുണ്ടായിരുന്നു. ആ തൃശ്ശൂർ ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ ചേർപ്പും കൊടുങ്ങല്ലൂരും ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലും കനത്ത പോരാട്ടം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ ഭൂരിപക്ഷം സീറ്റുകളിലും കോൺഗ്രസ് ജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കേരളത്തിന്റെ ഭരണം പിടിക്കുക ഐക്യ ജനാധിപത്യ മുന്നണിയായിരിക്കും. അതിനുശേഷം എന്ത് സംഭവിച്ചു? കെ കരുണാകരൻ തന്നെ അവിടെ പരാജയപ്പെട്ടു. തൃശ്ശൂർ പാർലമെന്ററി സീറ്റിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ പരാജയപ്പെട്ടു. കെ മുരളീധരൻ പരാജയപ്പെട്ടു. പത്മജ വേണുഗോപാല് മുകുന്ദപുരത്ത് നിന്ന് പരാജയപ്പെട്ടു. മുകുന്ദപുരം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ വളരെയധികം മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സീറ്റാണ് മുകുന്ദപുരം പാർലമെന്റ് സീറ്റ്. അതിനുശേഷം വടക്കാഞ്ചേരിയിൽ നിന്ന് വീണ്ടും മുരളീധരൻ നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. പത്മജ വേണുഗോപാൽ വീണ്ടും തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടു. അങ്ങനെ പരാജയങ്ങളുടെ ഒരു നീണ്ട ചരിത്രം ലീഡറുടെ കുടുംബത്തിന് കൊടുത്ത ഒരു ജില്ലയാണ് തൃശ്ശൂർ എന്ന് കൂടി പറയാതെ കഴിയില്ല. കാരണം ലീഡർ തട്ടകം എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ കെ കരുണാകരനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ഒരു അന്തർധാര അങ്ങനെ തന്നെ പറയേണ്ടി വരും. തൃശ്ശൂരിലുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കണം. കെ മുരളീധരന്റെ പരാജയത്തെക്കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ കാരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങൾ പലരും ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ CN ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിന് ഒരു പരിധിവരെയെങ്കിലും ഈ നേതൃത്വത്തെ നയിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സംഘടനയെ ചലിപ്പിക്കാനും കഴിഞ്ഞിരുന്നു. CN ബാലകൃഷ്ണന്റെ കാലഘട്ടത്തിന് ശേഷം അധികാരത്തിലല്ല സംഘടനാ ചുമതല വഹിച്ച ആളുകളുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആദ്യമായിട്ട് മത്സരിച്ച് ജയിക്കാനൊരു സാഹചര്യം തൃശ്ശൂർ ഒരുക്കി കൊടുത്തപ്പോൾ ആ ഒരുക്കി കൊടുത്തതിന് പുറകിൽ തൃശ്ശൂരിലെ മുൻ MP, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് തുടങ്ങിയുള്ള പേരുകൾ, UDFന്റെ ജില്ലാ ചെയർമാൻ തുടങ്ങിയവരുടെ പേരുകളൊക്കെ വരികയും 4 പ്രാവശ്യമെങ്കിലും കെ മുരളീധരൻ ഇവരുടെ പേരുകൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ടും ഈ സംഘടന രക്ഷപ്പെടുന്നില്ല. ഈ സംഘടനയുടെ എല്ലാ സംവിധാനങ്ങളിലും പെട്ട യോഗങ്ങളിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറയപ്പെടുന്ന ഒരു കാര്യം തൃശ്ശൂർ ജില്ല പിടിച്ചാൽ മാത്രമേ കേരളത്തിൽ ഭരണം ലഭിക്കുകയുള്ളൂ എന്നാണ്. തൃശ്ശൂർ ജില്ല എങ്ങനെ പിടിക്കും? ഒന്ന് മനസ്സിലാക്കണം. തൃശ്ശൂർ ജില്ലയിൽ നിലവിലുള്ള സാഹചര്യത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ആകെ ഒരൊറ്റ സീറ്റ് മാത്രമേ ഉള്ളൂ. സനീഷ് കുമാർ ചാലക്കുടിയിൽ നിന്ന് ജയിച്ചിരിക്കുന്നു. ആ സനീഷ് കുമാറിന്റെ മണ്ഡലത്തിൽ ബെന്നി ബെഹനാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ മണ്ഡലത്തിലും 20,000-ൽ മേലെ വോട്ടുകൾ ലീഡ് നേടിയപ്പോൾ ചാലക്കുടിയിൽ അദ്ദേഹത്തിന് 4,000-നും 5,000-നും അടിക്ക് മാത്രമേ ലീഡുള്ളൂ. ചാലക്കുടി തൃശ്ശൂർ ജില്ലയിൽ പെട്ട ചാലക്കുടിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
അതിനുശേഷം കോൺഗ്രസിന് MLA ഉള്ള ഒരു സ്ഥലത്ത് അതാണ് സ്ഥിതി. പിന്നെ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥിതി, സുരേഷ് ഗോപി മത്സരിച്ച മണ്ഡലത്തിലൊക്കെ തൽക്കാലം പറഞ്ഞ് സമാധാനിപ്പിക്കാമെങ്കിലും പക്ഷേ ചില കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ വൻതോതിലോട്ട് UDF നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ UDFന്റെ പരാജയത്തെ കുറിച്ച് പറയുമ്പോൾ UDFനെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും പറയുന്നു എന്ന് മാത്രം. അങ്ങനെ പരാജയത്തിന് കാരണമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കാൻ എന്ത് സംഭവിക്കും? ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് മുരളീധരന് ലീഡുണ്ടായ ഒരു മണ്ഡലമുണ്ട്, അത് ഗുരുവായൂരാണ്. ഗുരുവായൂര് ലീഗിന് കൊടുത്ത ഒരു മണ്ഡലമാണ്, ലീഗാണ് അവിടെ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കയ്പമംഗലം മണ്ഡലമുണ്ട്. കയ്പമംഗലം മണ്ഡലത്തിൽ അത് RSPക്ക് കൊടുത്തിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് തന്നെ നേരിട്ട് മത്സരിച്ചു, പരാജയപ്പെട്ടു. പിന്നീട് ഘടകകക്ഷികൾക്ക് പണ്ട് ചേർപ്പ് കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ ഘടകകക്ഷികൾ മത്സരിക്കുന്നുണ്ട്. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ തോമസ് ഉണ്ണിയാടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷേ ജയിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വമുള്ള ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു നേതാവാണ്. അടുത്ത തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDFന്റെയോ LDFന്റെയോ BJPയുടെയോ സ്ഥാനാർത്ഥിയായാൽ പോലും ആ വ്യക്തിക്ക് ചിലപ്പോൾ ജയിച്ചു വരാൻ സാധിക്കും. പക്ഷെ ആ വ്യക്തിയൊക്കെ ജയിച്ചു വരണമെങ്കിൽ ഉള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടെയും അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം, അങ്ങനെ അതുപോലെ തന്നെ വടക്കാഞ്ചേരിയിലെ മൊയ്തീൻ്റെ ഉദയത്തിന് ശേഷം ഉണ്ടായിരുന്ന ആ ഉയർച്ച അവരിന്നും കാത്തു സൂക്ഷിക്കുന്നു. കുന്നംകുളം, അങ്ങനെ എത്രയോ മണ്ഡലങ്ങൾ, 38,000 വോട്ടിനൊക്കെ C രവീന്ദ്രൻ മാഷ് ജയിച്ച കൊട്ടകര, കഴിഞ്ഞ പ്രാവശ്യം KK രാമചന്ദ്രൻ മത്സരിച്ചപ്പോൾ കുറച്ച് വോട്ടുകൾ കുറഞ്ഞു എന്നല്ലാതെ KP വിശ്വനാഥനൊക്കെ സ്ഥിരമായിട്ട് ജയിച്ചിരുന്ന പ്രദേശങ്ങളാണ്. ഈ സാമുദായിക സന്തുലിതം തീർത്തും അപ്രസക്തമായി എന്നുള്ളൊരു വസ്തുത കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. കാരണം കോൺഗ്രസിന് വേണ്ടി പണ്ട് രാഘവൻ പുഴക്കടവിലും KP വിശ്വനാഥനും ഒക്കെ സിദ്ധാർത്ഥം കാട്ടുങ്ങലും ഒക്കെ നിയമസഭാ സാമാജികരായിരുന്നതാണ്. ജയിക്കുന്ന സീറ്റുകളൊക്കെ അവർക്ക് കൊടുത്തിരുന്നു. പക്ഷെ കോൺഗ്രസിന്റെ നിലവിലുള്ള സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു വരുമ്പോൾ ഏറ്റവും തോൽക്കുന്ന ഒരു മണ്ഡലം പിടിച്ചോളൂ എന്നുള്ള രീതിയിലാണ് അവരുടെയൊക്കെ സമുദായത്തിൽ ലഭിക്കുക സ്വാഭാവികമായിട്ട്. പിന്നെ കൊടുങ്ങല്ലൂരുണ്ട്. കൊടുങ്ങല്ലൂരിൽ പോലും ഇപ്രാവശ്യം അതൊന്നും പാലിക്കപ്പെട്ടില്ല. JSSമായിട്ട് സഖ്യമുണ്ടായപ്പോൾ അത് JSSന് കൊടുത്തു. അവിടെയും നഷ്ടം സംഭവിച്ചത് ആ സമുദായത്തിന് തന്നെയാണ്. അതൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് പ്രാദേശികമായിട്ട് പല രീതിയിലും ചർച്ച ചെയ്യപ്പെടും. ഇപ്പൊ നമ്മൾ പാലക്കാട്ടൊക്കെ ഒരു ചെറിയ കാര്യം ഒരു സിറാജിലും സുപ്രഭാതത്തിലും ഒക്കെ വന്നു എന്നതിന്റെ പേരിൽ ഇത്രമാത്രം ചർച്ച ചെയ്യുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന ആ ചർച്ചകളെ ആർക്കും മുകളിലേക്കെടുക്കാതെ കഴിയില്ല. അതുപോലെ സംഘടനാ സംവിധാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാവണം. കാരണം പ്രവർത്തകരൊക്കെ ഉള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് കോൺഗ്രസ്. ആ പ്രവർത്തകരുള്ള കോൺഗ്രസിന് നയിക്കാൻ കെൽപ്പുള്ളൊരു നേതൃത്വം തൃശ്ശൂരിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ തേറമ്പിൽ രാമകൃഷ്ണനെ മാറ്റി നിർത്തി കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് പ്രായമായി മാറി കടന്നു പോയി. പിന്നെ ആരെങ്കിലും കോൺഗ്രസ്സുകാർ ജയിച്ചിട്ടുണ്ടോ തൃശ്ശൂർ? ഇല്ല. കാരണം പഴയ തലമുറയിൽപ്പെട്ട ആളുകളുടെ നല്ല കാലത്തെ പ്രവർത്തനങ്ങൾ മാത്രമേ ആൾക്കാർ ഓർത്തെടുക്കുന്നുള്ളൂ. പിന്നെയുള്ള ആളുകളൊന്നും ആൾക്കാരുടെ സ്മൃതി പഥത്തിൽ പോലും ഇല്ല. സ്വാഭാവികമായിട്ടും തൃശ്ശൂർ DCC ഓഫീസിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന കുറച്ച് നേതാക്കൾ, ആ കുറച്ച് നേതാക്കൾ ജനകീയ പ്രതിബദ്ധത അല്ലെങ്കിൽ ജനകീയ സമരങ്ങളുടെയൊക്കെ മുന്നിൽ നിന്നിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും അവകാശപ്പെടാൻ കഴിയില്ല. തീർച്ചയായിട്ടും കലാപങ്ങൾ ഉണ്ടാവേണ്ടത് തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് കോൺഗ്രസിൽ. ആ കലാപങ്ങൾ ഉണ്ടായാൽ മാത്രമേ അടുത്ത ഭരണത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയന് ഒരു അല്ലെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടിക്ക് ഒരു മൂന്നാം ഊഴം കൂടി നിയമസഭയിലേക്ക് ലഭിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും അധികം കാരണമാവുക തൃശ്ശൂർ ജില്ല തന്നെയായിരിക്കും. തൃശ്ശൂർ ജില്ലയിൽ മത്സരിച്ചാൽ ജയിക്കുമെന്ന് പറയുന്ന എത്ര സീറ്റുകളുണ്ട് കോൺഗ്രസ്സുകാരെ എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.